സോ അങ്ങനെ കുറേ കാത്തിരിപ്പിനൊടുവിൽ ബബ്ബബ്ബയുടെ ട്രെയിലർ ഇപ്പോൾ യൂട്യൂബിൽ റിലീസായിട്ടുണ്ട്. ഡിസംബർ 10-ാം തീയതി കറക്റ്റ് 8/18 ബബ്ബബ്ബയുടെ ട്രെയിലർ ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നെന്താ 8/18 റിലീസ് ചെയ്തെന്നറിയോ? അതിലെ ഒരു കാരണം 8-ാം തീയതിയാണല്ലോ വിധി വന്നത്. ബന്ധപ്പെട്ടതിലായിരിക്കും സത്യം. 8-ാം തീയതി വിധി വന്നു, 18-ാം തീയതി ബബ്ബബ്ബ ഡിസംബർ 18-നാണല്ലോ റിലീസ് ആവുന്നത്. അതാണ് ഇന്ന് 8/18 ഇത് വന്നേക്കുന്നത്. അപ്പോൾ ഈ സിനിമയുടെ മെയിൻ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ദിലീപേട്ടനെ കൂടാതെ മെയിനായിട്ട് മോഹൻലാൽ, ലാലേട്ടൻ ഈ പടത്തിലുണ്ട്. അതാണ് ഹൈപ്പ് കൂടാൻ വലിയ കാരണം ലാലേട്ടൻ്റെ മീശ വെച്ച ലുക്ക് കാര്യങ്ങൾ നമ്മൾ കണ്ടാണ്. അപ്പോൾ സിനിമയുടെ ഹൈപ്പ് വേറെ രീതിയിൽ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദിലീപ് ഒരു ഡൗൺ ആയിരിക്കുന്ന സമയത്താണ്, ലൈക്ക് പടങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് രാമലീല ഇറങ്ങിയപ്പോൾ അതിലൊരു ദിലീപിന് പ്രത്യേക ഒരു ക്യാരക്ടർ സ്കെച്ച്, ഒരു രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് വന്നൊരു പടം. അത് ദിലീപിന് നല്ലൊരു ക്യാരക്ടർ കിട്ടുന്നു. കരിയർ ഗ്രാഫ് താഴ്ന്ന സമയത്ത് കിട്ടിയൊരു പടമാണ് രാമലീല. ആൾക്കാരെല്ലാവരും ഈ പേഴ്സണലുള്ള വിഷയങ്ങളുടെ പുറത്ത് ഡൗൺ ആയിരിക്കുന്ന സമയത്താണ് രാമലീല ഇറങ്ങിയിട്ട്. ഇപ്പൊ ഇൻസ്റ്റാ ട്രെൻഡാണ് ഒരു ഡയലോഗ്. കാരണം ഇത് എനിക്കിട്ട് കെണി വെച്ച പോലെ ഡയലോഗ് പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ പ്രതിയാവണമെന്ന് ആഗ്രഹിച്ച് ചെയ്ത പോലെ എന്നുള്ള രീതിയിലുള്ള ഒരു ഡയലോഗിന്റെ രാമലീല. അതിന്റെ ട്രെയിലറിൽ ഭയങ്കര ഹിറ്റായിരുന്നു. അതെ. അപ്പൊ നമുക്ക് എന്തായാലും ബബ്ബബ്ബ ഈ പടത്തിന്റെ ട്രെയിലർ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കാം. അപ്പൊ നമുക്ക് ബബ്ബബ്ബ അതിന്റെ ട്രെയിലർ ഒന്ന് നോക്കാം. നമസ്കാരം. ഗോകുലം ഗോപാൽ, വിനീത് ശ്രീനിവാസനുണ്ട്, ലോകയിലുണ്ട്. കേട്ടോ, വിനീത് ശ്രീനിവാസൻ ഒരു പോലീസിന്റെ വെറൈറ്റി ലുക്കും കളർ ഗ്രേഡിങ് അത്യാവശ്യം കുഴപ്പമില്ല. അത് നോബിയൊക്കെ ഉണ്ടല്ലോ. ആ കോമഡി ദിലീപിന്റെ കുറെ ആൾക്കാര് സ്ഥിരമുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഇത് എനിക്ക് കോമഡി പടമായിട്ട് തോന്നുന്നില്ല. ഇതും ഒരു പാർട്ടി ബേസ് ഒക്കെ ഉള്ള പോലെ തന്നെ ഒരു പാർട്ടി ബാക്ക്ഗ്രൗണ്ട്. മറ്റേ രാമലീല ഇറങ്ങിയപ്പോഴും അവന് കിട്ടിയൊരു ഇതുണ്ട്. റിയാസ് ഖാൻ അല്ലേ ഇപ്പൊ കണ്ടത് നമ്മള്? റിയാസ് ഖാൻ, സലീംകുമാറിന്റെ ഈ വക്കീൽ വേഷങ്ങൾ അല്ലെങ്കിൽ ഭയങ്കര ആ സോഡ പൊട്ടിക്കുന്നത്. അതെ, അതിപ്പോ പറയാൻ കഴിയില്ല. ഓ, അശോകനൊക്കെ ഉണ്ട് കേട്ടോ. കുറെ ആക്ടേഴ്സ് ഉണ്ട്. എല്ലാവരുടെയും കണ്ണുകളിൽ മിന്നി മിന്നി തിളങ്ങും. നല്ല ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നല്ല അത്യാവശ്യം നല്ലൊരു മസാല പടം തോന്നുന്നു. ബാലു ഉണ്ട്. ഇതവന്റെ ഒടുക്കത്തെ കളിയാ. തമിഴിൽ അത്യാവശ്യം നല്ല ആക്ടേഴ്സ് ഉണ്ട്. തമിഴൊരു ഞാൻ കാത്തിരുന്ന എന്റെ കംബാക്ക്. ഓ, ടൈറ്റിൽ കാർഡ് ഉണ്ടോ? ഭയം, ഭക്തി, ബഹുമാനം, ബബ്ബബ്ബ. ദിലീപിന്റെ ലുക്ക് കൊള്ളാം അല്ലേ? വിനീത് ശ്രീനിവാസൻ ഒരു വെറൈറ്റി ക്യാരക്ടർ ഉറപ്പായിട്ട് ചെയ്ത കാര്യങ്ങൾ അതൊരൊന്നൊന്നര കാലമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് മോഹൻലാല് ദിലീപിന്റെ ചേട്ടനായിട്ട് 2020 കഴിഞ്ഞിട്ട് കുറെ കാലം കൂടിയിട്ട് മോഹൻലാല് ദിലീപായിട്ടുള്ള സിനിമകൾ വളരെ കുറവാണ്. പക്ഷെ 2020 ചേട്ടനായിട്ട് ആയിരുന്നു മോഹൻലാൽ നോക്കിയ പാടം. അപ്പൊ നോക്കാം ഇതിനകത്ത് എങ്ങനെയാണ്. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും അല്ലേ? പക്ഷെ എന്റെ മോനെ ലുക്ക് കണ്ടോ? മീശ, മുടി വളർത്തി ഒരു വെറൈറ്റി. ലാലേട്ടനെ കുറെ കാലം കൂടിയിട്ട് ഇങ്ങനെ വെറൈറ്റി ലുക്ക് കാണാൻ പറ്റും. കൊള്ളാല്ലേ ലാലേട്ടൻ തൂക്കി പടം. ഷാൻ റഹ്മാനെ മാറ്റി ന്യൂസ് ഒക്കെ വന്ന, പക്ഷെ മാറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു. ഗോപി സുന്ദറും വന്നിട്ടുണ്ടെന്ന്. അപ്പം BGM വെറൈറ്റി ആയിരിക്കും. ഇതിനകത്ത് വേറെ സംഭവമുണ്ട്. ഇപ്പൊ ലാസ്റ്റ് കേട്ട പാട്ട് കേട്ടില്ലേ? നമ്മുടെ വിജയുടെ ഒരു പടത്തിന്റെ നമ്പർ പ്ലേറ്റും കാര്യങ്ങൾ. വിജയുടെ ഗില്ലിയുടെ ഒരു നമ്പർ പ്ലേറ്റ് ഉണ്ടല്ലോ, ജിപ്സി. അത് ഈ പടത്തിനകത്ത് റെഫറൻസ് ആയിട്ട് പോസ്റ്റർ കാണിച്ചായിരുന്നു. അത് ലാസ്റ്റ് പാട്ടിട്ടേക്കുന്നത് ഇന്ന കൊഞ്ചം പോകും. തമിഴ്നാട് കുറച്ച് കണക്ഷൻസ് വരുന്നുണ്ടെന്ന്. എന്തായാലും അടിപൊളി അല്ലേ? കൊള്ളാല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡിസംബർ 18-ാം തീയതി എന്തായാലും ഉറപ്പായിട്ടും പോയി കാണാം. അപ്പൊ നിങ്ങൾ കാണുവോ ഇല്ലയോ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും.